ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെമ്മീൻ തവ ഫ്രൈ റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 250 ഗ്രാം ചെമ്മീനിലേക്ക് 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. ശേഷം പാകത്തിനുള്ള നാരങ്ങാനീര് ഇതിൽ ആഡ് ചെയ്യണം. നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലാണ് ഇതിൽ നന്നായിട്ട് പിടിക്കുക. നമ്മൾ മിക്സിങ് പോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. ഇനി ഒരു 15 മിനിറ്റ് നേരം മിക്സിങ് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴാണ് മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുക. ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്യുക. ഒരു സ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ഇതിൽ ചേർക്കാം. ഇനി നമുക്ക് റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഇത് ചേർത്താൽ ഒരുപാട് ടേസ്റ്റാണ്. ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് നന്നായി ചെയ്ത് ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. എന്നാലാണ് നമ്മൾ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീഡിയോ കാണുന്നതിനൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടി നേരം ഇത് റെസ്റ്റിന് വെക്കണം. അപ്പോഴാണ് മസാല നന്നായി പിടിക്കുക. ശേഷം നല്ല ചൂടായ തവയിൽ എണ്ണയൊഴിച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആവണം. ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി മറിച്ച് കൊടുക്കാം. ചെമ്മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഭാഗം കൂടി മൊരിച്ചെടുക്കണം. അപ്പോഴാണ് ഈ തവ ഫ്രൈൻ്റെ യഥാർത്ഥമുള്ളൂ. ഇപ്പോൾ ഒരുവിധം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല സെർവ് ചെയ്ത് അടിപൊളിയായ ചെമ്മീൻ തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ഉണ്ടാക്കാൻ ട്രൈയും ചെയ്യണം. ഒരുപാട് ടേസ്റ്റുള്ള റെസിപ്പിയാണ്.